എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ അത് നീ അവരെ ചൊടിപ്പിക്കാൻ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ നീ അവരോട് മൈൻഡ് ആക്കാൻ പോകണ്ട എന്നതിന് പകരം ഈ ക്ലാസ്സിൽ ചെന്ന് ആ കുട്ടിക്കെതിരെ സംസാരിക്കാൻ നമ്മള് മുന്നോട്ട് വരണം. പക്ഷെ അത് നമ്മളെപ്പോഴൊരിക്കലും മെഡിക്കേണ്ടി പോവാറില്ല. പക്ഷെ നമ്മളത് മുന്നോട്ട് വരണം. നമ്മളുടേതായിട്ടുള്ളൊരു എന്താ പറയുന്നത്, പ്രതികരിക്കണം. അത് ഞാൻ പറഞ്ഞത് ചുമ്മാ വഴക്കുണ്ടാക്കണമെന്നല്ല, പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മള് വഴക്കുണ്ടാക്കിയും കഷ്ടപ്പെട്ട് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഞങ്ങൾ കടന്നു വന്നത്, തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്നത് എൻജിഒസ് ടീം കോച്ചിലിരുന്ന് പല വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന 30 ഡയറക്ടേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മരിസന്ധി നടക്കുന്ന ഈ സന്തോഷകരമായ ദിനത്തിൽ പങ്കെടുക്കുവാനായിട്ട് മാനസിക രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നവര്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ശുശ്രൂഷ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നുള്ളവര്, കുട്ടികൾക്ക് വേണ്ടി സ്ഥാപനം നടത്തുന്ന ഡയറക്ടേഴ്സ്, പല സ്ഥാപനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങള്, കുട്ടികള്, അങ്ങനെ ഞങ്ങൾ 30 പേര് ഈ മരീൻസ് നടക്കുന്ന മനഃശാന്തി പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സന്തോഷമായി കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സന്തോഷകരമായ ഒരു വിശേഷ ദിനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത്. വനിതാ സംഗമം എന്ന് പറഞ്ഞാല് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് പോലും എനിക്കറിയില്ല. എന്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ വനിതകളും പുരുഷന്മാരും എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞാൻ 12 വർഷം പുറം രാജ്യങ്ങളിലായിരുന്നു. അവിടെ എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. ഇതുപോലെ സാറേ മാഡം എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും പേര് വിളിക്കാം. ബിഷപ്പിനെ ഉൾപ്പെടെ നമുക്ക് പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവർക്ക് അവരുടേതായ മര്യാദ ആദരവോടെ കിട്ടുന്നുമുണ്ട്. അതൊരു മര്യാദകേടായിട്ട് ആർക്കും തോന്നാറില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൺപിള്ളേർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കും, പെൺപിള്ളേരെ മാറ്റി നിർത്തി വളർത്തും. അതും ശരിയായ കാര്യമല്ല. അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നത് 5 വയസ്സൊക്കെ ആകുമ്പോൾ അവനവൻ കഴിക്കുന്ന ഭക്ഷണപാത്രം കഴുകി വെക്കാൻ ആണായാലും പെണ്ണായാലും പഠിച്ചേ പറ്റും. ആൺപിള്ളേർക്ക് പ്രത്യേകതയൊന്നുമില്ല. അമ്മമാരെ എന്തും ഇത് പാത്രം കഴുകി കൊടുക്കാം. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ ഇപ്പോഴും വാരി കൊടുത്ത് വളർത്തുന്ന അമ്മമാരുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തിനു വേണ്ടി വലിയ സദനം സന്തോഷിയുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണിത്. ഈ ഒരു മീറ്റിംഗിൽ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉള്ള വിഷയം ഇവിടെ അവതരിപ്പിച്ചു. ശരിക്കും ഒരു മാനസികമായ വെല്ലുവിളി നേരിടുന്നവരെ ഒരു സമൂഹമാണ് പുനരധിവാസത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന ഒരു ആശയമാണ് ഇവിടെ മുൻനിർത്തി പറയുന്നത്. പലപ്പോഴും മാനസിക രോഗാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തി, ഗേറ്റൊക്കെ വെച്ച് കൂട്ടി കാവല് നിർത്തി അവരെ ഒരു പരിപാടിക്ക് ഇറക്കാതെ സെക്യൂരിറ്റിയെ വെച്ച് നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയുടെ കോൺസെപ്റ്റിലാണ് മരിയസദനം പ്രവർത്തിക്കുന്നത്. ഇവിടെ അങ്ങനെ ഗേറ്റൊന്നും അടച്ച് എപ്പോഴും കൂട്ടിയിടാറില്ല. കാരണം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല ഇങ്ങനെയുള്ള മനുഷ്യരെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന ഒരു സംവിധാനം ഉണ്ടായത്. ശരിക്കും ആദ്യത്തെ ഒരു മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയാണ്, രണ്ടാമത്തെ ഒരു സർവീസ് മോഡൽ ഓഫ് ഡിസബിലിറ്റിയാണ്, മൂന്നാമത്തെ ഒരു സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. എന്നെ സംബന്ധിച്ചോളം വളരെ വർഷങ്ങളായി സന്തോഷിൽ നിന്ന് തന്നെയാണ് കേൾക്കുന്നത്. സന്തോഷിന്റെ സഹോദരനാണ്. എങ്കിലും ഇതുപോലെ ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഓരോ കാര്യങ്ങളുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്നത്. സ്ത്രീ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പുരുഷന്മാർ വിവിധ തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. എന്ന് വെച്ച്
പുരുഷന്മാർ ചെയ്യുന്നില്ല എന്നല്ല, നമ്മളെക്കാൾ ഒത്തിരി ധാരാളം ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിൽ ആർക്കായാലും മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോഴും നമ്മൾ തന്നെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് അവർക്ക് ആവശ്യത്തിന് അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ധൈര്യവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട മുന്നോട്ട് പോകാൻ പതറാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ മാനസിക ഇതിന്റെ ഇതിൽ നമ്മുടെ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞത്. സാറ് പറഞ്ഞ പോലെ സ്ത്രീകളെ മുൻകൂട്ടി കാണുകയും അതിലേക്ക് ഒരു കരുണയും വാത്സല്യം അവരാണ് കാണിക്കുന്നതെന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ 7 വർഷമായിട്ട് സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതില് എൻ്റെ ഡിഗ്രിയിലും എൻ്റെ മാസ്റ്റേഴ്സിലും വളരെ ചുരുക്കം ആൺകുട്ടികളെ ഞങ്ങൾക്ക് കൂടെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിന് ഇപ്പം നമ്മൾ അതിന് കാരണം നോക്കുകയാണെങ്കിൽ മേ ബി എനിക്ക് തോന്നിയത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് കാരണം തന്നെ എന്താ പറയാ, ഐ വോണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ. ആ ഹെൽപ്പ് പീപ്പിൾ ഈ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആൾക്കാരെ കൂടുതൽ അറിയുക, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് സാറ് പറഞ്ഞ പോലെ കൂടുതലും സ്ത്രീകൾക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഏതൊരു പ്രശ്നമാണെങ്കിലും എന്താ പറയാ, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരാകാം, ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ അമ്മമാരുടെ അടുത്താണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സ്ത്രീകൾക്ക് ആ ഒരു കഴിവുണ്ട്. കുറച്ച് പിന്നെ സാറാണെങ്കിലും സാറ് പ്രശ്നത്തിലൂടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കൂടെ തന്നെയാണെങ്കിലും കൂടുതലും ഗേൾസിന് ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് ഇത്രയും ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ ഇന്റേൺഷിപ്പ് നടത്തുന്നത്. ആസ് എ വുമൺ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2 പെൺകുട്ടികളുടെ അമ്മ കൂടിയാണ്. സോ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ എസ്പെഷ്യലി പെൺകുട്ടികളുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും മനസ്സിലാക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ കഴിയുക എന്ന് തോന്നുന്നു. അവർക്കായിരിക്കും കുറച്ചും കൂടി പേഷ്യൻസോടെ കേട്ടിരിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സീനിയർ ടീച്ചേഴ്സ് ആണെങ്കിലും ആ ഒരു മേഖലയിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇന്നും നമ്മുടെ സമൂഹത്തിൽ എത്ര എംപവർമെന്റ് നമ്മൾ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആ ഒരു ഡിഫറൻസ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും സൊസൈറ്റിയിൽ ഏതൊരു മേഖല എടുത്താലും ഈവൻ നമ്മൾ TV യിൽ കാണുന്ന നമ്മുടെ പരസ്യങ്ങളിൽ പോലും ആൺപെൺ വ്യത്യാസം രീതിയിൽ തന്നെയാണ് അഡ്വർടൈസ്മെന്റ്സ് പോലും ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ എന്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഏത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീയുടെ ഉദരത്തിൽ നിന്നുണ്ടായി വരുന്ന തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞിലെയൊക്കെ നമ്മൾ ഒരു കുട്ടി വീണെന്ന് വെച്ചു പെട്ടെന്ന് എന്താ വിളിക്കുക, അമ്മ എന്നായിരിക്കും വിളിക്കുക. അല്ലാണ്ട് ഒരു കുഞ്ഞു കൊച്ച് വീണ് കഴിയുമ്പോൾ ഉടനെ അച്ഛൻ ആരും വിളിക്കത്തില്ല. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ഒരു അമ്മയായിട്ടൊരു കുട്ടി അത്രയും കണക്റ്റഡ് ആണ്. അച്ഛന്മാരോട് കണക്റ്റഡ് അല്ല എന്നല്ല പറയുന്നത്, ഒരു അമ്മയായിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആണ്. ആ ഒരു റീസൺ കൊണ്ടായിരിക്കുമല്ലോ നമുക്കിപ്പോൾ എന്തൊരാപത്ത് നമ്മൾ ആദ്യം അമ്മ എന്നാണ് വിളിക്കുക. എല്ലാവരും ഭയങ്കര ആധികാരികമായിട്ടൊക്കെയുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞപ്പോൾ പക്ഷെ എനിക്ക് എന്തായി വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് പറയാനൊക്കെ പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്റെ മമ്മിയുടെ മുഖമാണ്. കാരണം എനിക്ക് എന്റെ മമ്മ മരിച്ചു എന്നാണ്. ബൗദ്ധികമായിട്ട് വളർന്നു വരുന്നവർക്ക് നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് പറയുന്നത് കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇവരെ രണ്ടുപേരും തുല്യരായിട്ടാണോ ഇന്നത്തെ കുടുംബങ്ങളിൽ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെയാണെങ്കിൽ ആൺമകനുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് പെൺമകൻ ഉള്ളതിന്റെ ഏറ്റവും നല്ല ഭാഗം പുരുഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ മാറി ഇങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സമത്വം തുടങ്ങേണ്ടത്